എനിക്ക് വേണമെന്ന് താല്പര്യം പഠിപ്പിച്ചു. പ്രത്യേകിച്ച് ഇതിലൂടെ നിങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ ഞങ്ങളവിടെ ഉൾപ്പെടുത്തിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. വീണ്ടും നന്ദി പറഞ്ഞു. ബഹുമാനപ്പെട്ട ഞങ്ങൾ എത്രയും സ്നേഹിക്കുക ആദരിക്കുകയും ചെയ്യുന്ന ആമച്ചനും ഒരു പങ്കുണ്ട്. ഇത്രത്തോളം ഞങ്ങളെ നിർത്തിക്കൊണ്ട് വരുവാൻ തക്കോണം ആത്മീയമായിട്ട് അച്ഛൻ്റെ പ്രാർത്ഥനയും അച്ഛൻ്റെ എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നതിൻ്റെ പിന്നിൽ ഞാൻ അച്ഛനോട് നന്ദി പ്രത്യേകം നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ ഇടവകയിൽ വന്നപ്പോഴേ സത്യം പറഞ്ഞ അച്ഛനെ ഒരാഴ്ചയാണ് എന്നോട് പറഞ്ഞിട്ട് ഈ വന്നപ്പോഴേ ഞാൻ കുറച്ചൊക്കെ വായിച്ചു വന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പാട്ടും വേദപുസ്തകമാരുടെ കഴിഞ്ഞപ്പോൾ ഞാൻ കൊണ്ടുവന്നതെല്ലാം പോയി. എന്നിട്ട് വേറെ കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. ഞാൻ മനസ്സിൽ ചിന്തിച്ചതല്ല, നേരത്തെ ഒക്കെ ഒന്ന് പറഞ്ഞതല്ല, പ്രിപ്പയർ ചെയ്തതല്ല. എനിക്ക് തന്ന ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഒരാളെ നിങ്ങൾ കണ്ടു. ഇപ്പം തന്നതാണ്. നിങ്ങളുടെ മുന്നിൽ നിങ്ങളെ മുഖാമുഖം നോക്കി നിൽക്കുന്ന ഒരാൾ നിങ്ങളുടെ മുന്നിലുണ്ട്. കണ്ടു? ആരെങ്കിലും കണ്ടോ? നിങ്ങളുടെ മുന്നിൽ ഒരാളെ കണ്ടോ? ഈ അലച്ചിൽ എന്ന് തുടങ്ങിയാണെന്നറിയാമോ? ഏതൻ തോട്ടത്തിൽ. നീ എവിടെ? ഇന്ന് ഈ ദേവാലയത്തിൽ നിങ്ങളെ ആ ശബ്ദം കണ്ടുപിടിച്ച് മുഖാമുഖം നിങ്ങളുടെ ഓരോരുത്തരുടെയും നമ്മുടെ മുന്നില് യേശു ക്രിസ്തു മുന്നില് നിൽക്കുക. ആ മുഖം കാണാൻ പറ്റുന്നുണ്ടോ? ആ മുഖം കാണാൻ പറ്റുന്നുണ്ടോ? എന്നിട്ട് നിങ്ങളുടെ മുഖത്തെ ഭാവമുണ്ടോ? സന്തോഷമാണോ? സങ്കടമാണോ? പ്രകാശമാണോ? നോക്കി സങ്കല്പിച്ച് നോക്കി. യേശുവിനെ മുന്നേ കാണുന്ന ഒരു അവസ്ഥ സങ്കല്പിച്ച് നോക്കി. ഒരിക്കൽ പത്രോസ് കണ്ടു. യേശുവിനെ കാണുമ്പോൾ നമുക്ക് എന്തൊരു അനുഭവം ഉണ്ടാകുന്നത്? തിരിച്ചറിവുണ്ടാകും. പത്രോസ് ഒരിക്കൽ കാണുമ്പോൾ പത്രോസിന് തിരിച്ചറിവുണ്ടായി. എന്തോ തിരിച്ചറിഞ്ഞു പത്രോസ്? യേശുവിനെ തിരിച്ചറിഞ്ഞു. സാധാരണ വരുന്ന ഒരു പത്രോസ് വന്നതാണ്. വലയും കൊണ്ട് വന്നതാണ്. വെളുക്കോളം വല വീശി പലയിടത്ത് വീശി കാണും. അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. നിരാശനായിട്ട് വലയൊക്കെ കൈക്കൂടെ നിൽക്കുക. പടക കരയ്ക്ക് ചേർത്തിട്ടേക്കുക. അന്നേരമാണ് ഒരു സ്വരം കേട്ടത്. കണ്ടു, പുരുഷാരം വരുന്നു. യേശു ഇങ്ങനെ പുറകെ പുരുഷാരം വരുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഒരു പത്രോസിനെ ഒന്നും ബാധിച്ചതേയില്ല, ശ്രദ്ധിച്ചതേയില്ല പത്രോസ്. എന്നിട്ട് പത്രോസ് എന്തോ എടുത്തു. സാധാരണ ഇരിക്കുക. അപ്പോഴാ പത്രോസ് ഒരു സ്വരം കേട്ടു. പടക അല്പം കരയിൽ നിന്നൊന്ന് മാറ്റിയിടാൻ പറഞ്ഞു. സത്യമാണ്. നമ്മൾ ഈ വിഷമിച്ച് നിരാശരായിട്ട് അധ്വാനിച്ച് തമ്മെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മളോട് ആരും പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും? അത്ര ഇഷ്ടപ്പെടുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷെ പത്രോസ് എന്ത് ചെയ്തു? അനുസരിച്ചു കഴിഞ്ഞപ്പോൾ അന്നേരം പത്രോസിനൊരു മാറ്റമൊന്നുമില്ല. പത്രോസിന്റെ മുഖം എന്താ? രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. നമുക്ക് അത് തന്നെയാണ് അല്ലേ? രാത്രി നമ്മുടെ ഉള്ളിൽ ഇപ്പോഴിവിടെ ഇരിക്കുമ്പോഴും ഓരോരുത്തരും അവരുടെ ഉള്ളിലോട്ട് നോക്കുക. ഈ വചനം കേട്ട് ആ വചനം വളർത്തി അത് ഫലം കായ്ച്ച് അത് അനേകർക്ക് വെളിച്ചമായിട്ട്, ആഹാരമായിട്ട്, ഊർജമായിട്ട്, ജീവനായിട്ട് ഒക്കെ തീരാൻ വേണ്ടിയുള്ള
ഒരു ഒരു ജ്വലനം ഇവിടെ എത്ര പേർക്കുണ്ടെന്ന് എനിക്ക് അറിഞ്ഞില്ല. പക്ഷെ കർത്താവ് നിങ്ങളുടെ മുന്നിലുണ്ട്, നിങ്ങൾ നോക്കിയിരിക്കുക. പത്രോസ് സാധാരണ പോലെ വന്നു, പുരുഷാരം വന്നു, പടവാച പറഞ്ഞു, അതനുസരിച്ചു. എന്നിട്ട് ഈ സുവിശേഷം പറയുന്നത് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഈ സുവിശേഷം കർത്താവ് ഈ ജനങ്ങളോട് പുരുഷാരത്തിൽ ഇത്രയും സംസാരിച്ചിട്ട് പത്രോസിന് മാറ്റമൊന്നും വന്നില്ല. പത്രോസിന്റെ സ്ഥാനത്ത് നമ്മൾ നിൽക്കുക. നന്നായി അറിയാവുന്ന ക്രിസ്തു പറഞ്ഞു, എന്താ പറഞ്ഞു? പുരുഷാരം പോയി കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞു? അവരുടെ സംസാരിച്ച് തീർന്ന ശേഷം പറഞ്ഞു, പത്രോസിന്റെ ഉള്ളറിയാം. പത്രോസിന്റെ ഉള്ളിൽ എന്താ? വെളുപ്പോളം അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. ഇവിടുത്തെ സംഭവം ഒന്നും പത്രോസിന്റെ ഭാഷയായിട്ട് എനിക്കറിയത്തില്ല, നമുക്കത് മനസ്സിലാകത്തില്ല. അത് കഴിഞ്ഞിട്ട് പത്രോസിനോട് പറഞ്ഞു, വല ഇന്നടത്ത് വീശുമെന്ന് പറഞ്ഞില്ലേ? അല്ലേ? ആഴത്തിലോട്ട് നീക്കി വീശാൻ പറഞ്ഞപ്പോൾ പത്രോസ് ചുമ്മാതെ പറഞ്ഞു വെളുപ്പോളം അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. അനുഭവത്തിന്റെ വെളിച്ചത്തില് നമ്മളും അനുഭവത്തിന്റെ വെളിച്ചത്തില് ദൈവം ചെയ്യാൻ പോകുന്ന പല അത്ഭുത കാര്യങ്ങളും നമുക്ക് എളുപ്പം വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇങ്ങനെ. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞു, ചേച്ചി എന്റെ മക്കളോട് ഞാൻ പറഞ്ഞു, പ്രായമാകുമ്പോൾ ഞങ്ങൾ വൃദ്ധസ്ഥലത്തിലാക്കിയൊക്കെ നിങ്ങൾ നോക്കണ്ട. ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുമ്പോൾ എത്രയോ പ്രാവശ്യം ഒറ്റപ്പെട്ടപ്പോൾ ഞാനത് തിരിച്ചു പറഞ്ഞു. ഞാൻ ചോദിച്ചു, അടുത്ത നിമിഷം ജീവിച്ചിരിക്കുന്ന ഉറപ്പണോ എന്ന് ചോദിച്ചു. തമ്പുരാനെ ഇരിക്കുന്ന കാര്യമല്ലേ? തമ്പുരാനെ വിട്ടുകൊടുക്കരുതേ. 21 സംഘത്തിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നതന്നെ ഇല്ല പറയുന്നുണ്ട്. കർത്താവേ പ്രാർത്ഥിക്കും, അവിടെ നമ്മളെ ഓർക്കണം, പ്രാർത്ഥിക്കണം. നോക്കുന്നില്ല പറഞ്ഞ എങ്ങനെയാണ് അതിനകത്തുണ്ട്. 21 സങ്കീർത്തനം 9 വാക്യം ഇത് കൊടുത്തിട്ടുണ്ട്. നമ്മളിതൊക്കെ വായിക്കുന്നു. പക്ഷെ നമ്മുടെ ജീവിതത്തില് എപ്പോഴും നമ്മൾ ദൈവത്തിന്റെ വചനത്തെ മാറ്റി നിർത്തി നമ്മുടെ ബുദ്ധി അനുസരിച്ച് നമ്മളൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് നീങ്ങുന്നവരാണ് നമ്മൾ എപ്പോഴും. പത്രോസ് പറഞ്ഞു, വെളുപ്പോളം അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കി. അപ്പോഴും വല വീശി മത്സ്യം നിറയെ കിട്ടി. അടുത്ത പടകൂടെ കൊണ്ടുവന്നു, 2 പടകം നിറഞ്ഞു. നമ്മളൊരു കാര്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അനുഗ്രഹം കിട്ടുമ്പോഴ് നമ്മളത് ഓടിപ്പോയി ദൈവത്തിൽ നിന്ന് നന്ദി പറയും, അല്ലെ? നമ്മൾ നന്ദി പറയും. പത്രോസ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് താങ്കിയൊക്കെ പറഞ്ഞതാവേ? ഒന്നുമില്ല. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, മുഖാമുഖം ദൈവത്തെ കണ്ടാൽ തിരിച്ചറിവുണ്ടാകും. തിരിച്ചറിവ് ഒന്ന്, ഞാൻ ആരെ? ഭാവിയായ മനുഷ്യൻ. പത്രോസ് ദൈവത്തിന്റെ ഭാഗത്താണ് വീഴുക. ഈ മത്സ്യം കണ്ടിട്ട് അത് സന്തോഷിച്ചതൊന്നുമില്ല, മറിച്ചൊരു തിരിച്ചറിവാണ്. ഈ തിരിച്ചറിവ് എന്തായിരുന്നു? ഞാൻ പാപിയായ മനുഷ്യൻ. അതിനർത്ഥം എന്താ? നീ പാപം ഇല്ലാത്തവൻ. രണ്ടും തിരിച്ചറിയുക, കർത്താവിനെ തിരിച്ചറിയുക. ഇന്ന് ഈ ധ്യാനം കഴിയുമ്പോഴ് എത്രയോ ധ്യാനം കൂടിയിട്ടുണ്ട്. ഏതൊക്കെ ധ്യാനങ്ങൾ കർത്താവിനെ മുഖാമുഖം കണ്ടിട്ടുണ്ട്, കർത്താവിനെ ഉൾക്കൊണ്ടിട്ടുണ്ട്, കർത്താവിനെ സ്നേഹിച്ചിട്ടുണ്ട്. പത്രോസ് കർത്താവിന്റെ മുഖാമുഖം നിൽക്കുക, അല്ലേ? പത്രോസ് ആരെ പോയി? എവിടെ പോയി? പാപത്തിലോട്ട് വീണു. എന്തുകൊണ്ടാ? തിരിച്ചറിയും. അറിവായിരുന്നു, വല വീശിയാല് ഒന്നും കിട്ടിയില്ല. തിരിച്ചറിവായിരുന്നു, കർത്താവിന്റെ വചനം ജീവിക്കുന്ന വചനമാണ്, ഉന്നതിക്കുന്ന ജീവനുള്ള. അല്ലെങ്കിൽ പത്രോസിന്റെ എന്താ? ദൈവം കർത്താവാണല്ലോ തിരിച്ചറിവ്. അപ്പൊ നമ്മുടെ ജീവിതത്തില് ധ്യാനം കൂടുമ്പോഴ്, നമ്മൾ ദേശത്തിൽ വന്നിരിക്കുമ്പോഴ് ഒന്നാമത് നമുക്ക് വേണ്ടത് എന്താണ്? നമ്മുടെ മുന്നിൽ നിൽക്കുന്ന യേശുവിനെ നമ്മളൊന്ന് തിരിച്ചറിയണം. നമ്മൾ ജനിച്ചിട്ട് എത്ര വർഷമായിരുന്നു? നമ്മൾ കുഞ്ഞായിരുന്നു, അല്ലേ? എടുത്ത ഒരു പൊടിക്കുഞ്ഞ് ഒന്നിനും കഴിയില്ല. മൃഗങ്ങളങ്ങനെ കുറച്ച് ചാടി കഴിഞ്ഞിട്ട് പോകുന്നില്ല. നമുക്ക് വലിയ രക്ഷയാണ് അവിടെ.
അവിടെ നിന്ന് ഈ സ്ഥാനത്ത് കൊണ്ടാക്കിയതിന് ആര് നമ്മുടെ വലങ്കൈക്ക് പിടിച്ചിട്ടുണ്ട്? കർത്താവ് നമ്മുടെ ഓരോരുത്തരും വലങ്കൈക്ക് പിടിച്ചിട്ടുണ്ട്. കാരണം എന്ന് തൊട്ട് അന്വേഷണമാണ്, ഏതെൻ തോട്ടത്തിൽ തുടങ്ങിയ അന്വേഷണമാണ്, നീ എവിടെ? ഇന്നും പല ഭവനങ്ങളിലും ഈ ചോദ്യം 4 ചുവരുകൾക്കുള്ളില് മുഴങ്ങുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പ നീ, ആ ഭവനത്തിന്റെ പിതാവ് നീ എവിടെ? മാതാവേ നീ എവിടെ? കുഞ്ഞുങ്ങളെ നിങ്ങള് എവിടെ? നീ എവിടെ? ഇന്നും ഈ തേങ്ങ ഈ അന്തരീക്ഷത്തിൽ വീഴുന്നുണ്ട്. ആരുടെ തേങ്ങയാണ്? ദൈവത്തിന്റെ തേങ്ങ, ഒറ്റപ്പടിയിലെ തേങ്ങ. അത് കേട്ടോ, ഞാൻ ചിന്തിച്ചു. ആവത്തെ കൊണ്ട് നല്ല സൃഷ്ടിച്ച് മണ്ണുകൊണ്ടൊക്കെ ഉണ്ടാക്കി ശ്വാസം ഊതി ആത്മാവിനെ കൊടുത്തിട്ട് ആദത്തിനെ കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ തോട്ടം ഉണ്ടാക്കി, ഏതെല്ലാം ഒരു തോട്ടം ഉണ്ടാക്കി അവിടെ കൊണ്ടാക്കിയിട്ട് എല്ലാ സൗകര്യങ്ങളും കൊടുത്തു. ഏകനാണെന്ന് ആദാം ഏകനാണെന്ന് മനസ്സിലായപ്പോഴും തുണയും കൊടുത്തു. എന്നിട്ട് ഒരു ദിവസം കർത്താവ് ചെന്നപ്പോൾ എന്ത് ചെയ്യും? നുണയോട് കൂട്ടുപിടിച്ച് ദൈവത്തെ ഒറ്റപ്പെടുത്തിട്ട് 3 പേരുടെ സാധനം. 3 പേരും പറയാതെ എല്ലാം ഹൃദയത്തിലാക്കി കഴിഞ്ഞു. പാപം ജീവിച്ചവർ മരിച്ചു. ദൈവത്തെ ഏതെന്നുള്ളവരെ ഒറ്റപ്പെടുത്തിക്കണം. ഭൂമിയിലേക്ക് വരുമോ? ഭൂമിയിൽ വന്നു കഴിഞ്ഞപ്പോഴേ കയ്യിലെന്താ ചെയ്തു? ശരി, ആദാമോ തെറ്റ് ചെയ്തു. ആവേലായിരുന്നു ദൈവത്തിന് ഇഷ്ടപ്പെട്ട മകനായിരുന്നു ഹാവേല്. കയ്യിലെന്താ ചെയ്തു? ഈ ഹാവേലിനെ കൊന്നു കളഞ്ഞു. അപ്പൊ അവിടെ വീണ്ടും ആരൊറ്റപ്പെട്ടു? പിതാവ് ദൈവം ഒറ്റപ്പെട്ടു. ഇന്നും ഈ ഒറ്റപ്പെടില്ല തേങ്ങ ഈ അന്തരീക്ഷത്തിലുണ്ട്. കർത്താവിന്റെ ഒറ്റപ്പെടില്ല തേങ്ങകളുണ്ട് കേട്ടോ. നമ്മളെ ഒറ്റപ്പെട്ടതില്ല. നമ്മളെ ഒറ്റപ്പെട്ടെന്നുള്ളത് നമ്മുടെ അജ്ഞത കൊണ്ട് പറയുക, എനിക്ക് ആരുമില്ല, ഞാൻ ഈ അവസ്ഥയിലാണ്, എന്നെ ആരും കാണുന്നില്ല, വെറുതെയാണ്. അനുഭവം നോക്ക്, ദൈവം കൂടുണ്ട്. പക്ഷെ ആരാണ് ദൈവത്തെ കാണാത്തത്? ആരാണ് ദൈവത്തെ അറിയാത്തത്? നമ്മുടെ ഉള്ളിലെ ദൈവത്തെ കുറിച്ചുള്ള അജ്ഞത, അതാണ് തടസ്സമായിട്ട് നിൽക്കുന്നത്. യഹോവയുടെ ഒരു വാക്യം കണ്ടു. ഹോശേയ 6-1 വാക്യം. ഹോശേയ പ്രവാചകന്റെ 6-ാം അധ്യായം 1 വാക്യം. വരുവീൻ. എങ്ങോട്ടാ? നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. വരുവീൻ, നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു. പക്ഷികളെ സൗഖ്യപ്പെടുന്നു അല്ലേ? പിന്നെയോ അവൻ നമ്മെ അടിച്ചിരിക്കുന്നു. എന്ത് ചെയ്യും? മുറിവുകൾ കെട്ടും. നമ്മൾ ഈ ദേവാലയത്തിലായിരിക്കുമ്പോഴും നമുക്ക് പറയാൻ പറ്റുമോ നമ്മൾ ദൈവത്തോട് അടുത്താണ് ഇരിക്കുന്നതെന്ന്? ദൈവത്തോട് അടുപ്പം ഉണ്ടെങ്കിൽ ദൈവത്തോട് അടുത്തിരിക്കുകയാണ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ദൈവത്തിനോട് അടുത്ത് ചെല്ലണമെങ്കിൽ, ദൈവത്തോട് അടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളില് ഒരു പിതാവിന് 2 പുത്രന്മാരുണ്ട്. ഒരു കാര്യം പറഞ്ഞ് ഒരു പറയണത് അല്ലേ? അദ്ദേഹത്തിനല്ലേ പറയുന്നത്? 15-11 മുതലുള്ള വാക്യങ്ങളാണെന്ന് അല്ലേ? 2 മക്കളുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ആരാണെന്ന് ചിലയിടത്തൊക്കെ മുടിയൻ പുത്രൻ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ ബൈബിളിനകത്ത് ഉണ്ടോ അങ്ങനെ? ഇല്ല. പക്ഷെ അങ്ങനെ പറയുന്നു. സത്യത്തില് ഈ 2 മക്കളില് നല്ലവരാണ്. നമ്മൾ നോക്കുമ്പോൾ 2 പേർക്കുമല്ല, മൂത്തവരൊരു കുഴപ്പം നമ്മൾ കാണാൻ ഉണ്ടോ?
നമ്മൾ ആദ്യം കാണത്തില്ല. 2 മക്കളിലും ഇളയ മോൻ പറഞ്ഞു എൻ്റെ മക്കളില്ലെങ്കിൽ ഞാൻ പോയേക്കാവോ. പക്ഷെ എന്തൊരു പണിയല്ലേ, എന്ത് വിഷമായിരിക്കണം അപ്പന്. എല്ലാം കൊടുത്തു. ആ മോൻ പോയി, എല്ലാം കൊണ്ട് പോയി. അവൻ ഓർത്തു അവൻ ഏറ്റവും സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാൻ ഈ അപ്പൻ്റെ അടുത്ത് പറ്റത്തില്ല. അതുകൊണ്ടെല്ലാം കെട്ടിപ്പറഞ്ഞ് പോയതാണ്. ഇഷ്ടംപോലെ കൂട്ടുകാര്, ഇഷ്ടംപോലെ ജീവിതം, വളരെ മോശമായ ജീവിതമൊക്കെ നയിച്ചു കഴിഞ്ഞ് ഒന്നൊന്നായിട്ട് അവൻ്റെ പൈസയുടെ അല്ലെ അവൻ്റെ സ്വത്ത് കുറയുന്നതനുസരിച്ച് അവൻ്റെ കൂട്ടുകാരൊക്കെ കുറഞ്ഞു. അവസാനം അങ്ങനെ വന്ന് അവനങ്ങ് തനിച്ചായി അല്ലേ. തനിച്ചായപ്പോൾ അവൻ ഒരു മാർഗമില്ല ജീവിക്കാൻ. ദേശത്ത് ഭയങ്കര ക്ഷാമവും അവൻ്റെ കഷ്ടതയും അവൻ്റെ പ്രയാസവും അവനെ എന്ത് ചിന്തിക്കാൻ ഇടയാക്കി. അവസാനം അവൻ ആഗ്രഹിച്ചു കേട്ടോ, പന്നിയെ ആ ദേശത്തിലെ ഒരു പൗരന് ഇങ്ങനൊരു ജോലി കൊടുത്തു. എന്താണ്? പന്നിയെ മേയ്ക്കുന്ന ഒരു ജോലി കൊടുത്തു. പന്നിയെ മേയ്ക്കുന്ന ജോലി കഴിഞ്ഞ് പന്നിയെ കൊണ്ട് പന്നിക്കെല്ലാം ആഹാരം കൊടുക്കും അല്ലേ, വാളവരെ പണ്ടിന് ആഹാരം കൊടുക്കും. പക്ഷെ ഇവനും പ്രതീക്ഷിച്ചു ഇവൻ അതെങ്കിലും കൊടുക്കണം. ഒന്ന് നോക്കി, അതുപോലും കിട്ടാതെ വന്നപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു തീക്ഷ്ണമായ ഒരു സങ്കടത്തിന്റെ അവസ്ഥയിലോട്ട് അവൻ മാറിക്കഴിഞ്ഞപ്പോൾ അവൻ അന്നേരം ആരെ ഓർത്തു? അപ്പനെ ഓർത്തു. അപ്പനെങ്ങനെയാണ്? ജോലിക്കാര് പോലും തിന്ന് ശേഷിപ്പിക്കത്തക്ക രീതിയിൽ ആഹാരം കൊടുത്ത നല്ലൊരു പിതാവായിരുന്നു എൻ്റെ അപ്പനെന്നുള്ള തിരിച്ചറിവുണ്ടാകും. അവൻ ആദ്യം ഉണ്ടായിരുന്ന അറിവായിരുന്നു. നമ്മുടെ ഈ അറിവാണ് നമുക്ക് പലപ്പോഴും നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. തിരിച്ചറിയണം. അവൻ അപ്പനെ തിരിച്ചറിഞ്ഞു. കഷ്ടതയും പ്രയാസം വന്നപ്പോൾ അപ്പനെ തിരിച്ചറിഞ്ഞിട്ട് അവൻ എന്ത് ചെയ്തു? അവൻ അവിടെ മുട്ടിമേൽ നിന്ന് പ്രാർത്ഥിച്ചാണ് കേട്ടോ. പറഞ്ഞു അവനെ, ഞാൻ സ്വർഗത്തോടും അപ്പനോട് നിന്നോടും പാപം ചെയ്തു. ഇനി നിന്റെ മകനെന്ന് വിളിക്കാൻ എനിക്ക് യോഗ്യതയില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോയിട്ട് ജോലിക്കാരിൽ ഒരാളായിട്ടെങ്കിലും എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും ഇവിടെ പോകും, എൻ്റെ അപ്പനടുത്ത് പോകും അല്ലേ. അങ്ങനെ ഒരു വരവും വരുമ്പോഴ് അപ്പനാണ് കേട്ടോ. അപ്പൻ ദൂരേനെ കാണണമെങ്കിൽ ഇവൻ എന്ന് അവിടുന്ന് പോയോ അന്ന് മുതൽ ഇവനെ കാത്തിരിക്കുക. ഞാൻ ഓർത്തിത്, ഞാൻ സത്യം പറഞ്ഞാൽ ഇത് പലവട്ടം വായിച്ചിട്ടുണ്ട്. ആ വായിക്കും നമുക്കറിയാം എന്താ സംഭവം. 2 മക്കളുണ്ടായിരുന്നു. ഓക്കെ, അപ്പനുണ്ടായ തിരിച്ചു വന്നൊരാളൊന്നും മറ്റേ കുഴപ്പമില്ല. പിന്നെ മനസ്സിലായത് ഈ അപ്പനാണ് യേശുഭക്തനാണ്. യേശുഭക്തൻ 2-3 മുഖങ്ങളുണ്ട്. സിനിമ കാണാതെ പോയത്, ആടിനെ കാണാതെ പോയത്, അത് കഴിഞ്ഞിട്ട് വന്ന് പറയണേ അധ്യായത്തിൽ തന്നെ. ഈ അപ്പനാണ് ദൈവം. മകനാണ്. നമ്മൾ ഓരോരുത്തരും ഇളയതാണോ മൂത്തതാണോ നോക്കിയാണ്. ഇളയ മകനാണോ മൂത്ത മകനാണോ എന്നുള്ളത് നമുക്ക് ഇന്നൊന്ന് നമ്മുടെ സ്റ്റഡി ചെയ്ത് നോക്കാം അല്ലേ. എപ്പോഴും പള്ളിയിൽ വരും, എപ്പോഴും പ്രാർത്ഥിക്കും, നോയമ്പെല്ലാം നോക്കും, ഉപവാസമെല്ലാം നോക്കും. എന്നിട്ട് നമ്മൾ ശാന്തമായിട്ട് ഞാൻ ഓക്കെയാണ്, നമ്മൾ ശാന്തമായിട്ട് കിടന്നു. മൂത്തപണനെ മോനെ നോക്കി അവൻ എന്തൊരു പണിയാണ് ചെയ്തത്. എല്ലാം വിറ്റു കുറയ്ക്കാണ് പോയി. അന്നേ അവൻ്റെ ഉള്ളിൽ നമ്മുടെ എല്ലാം ഹൃദയം നോക്കുക. അവൻ്റെ ഉള്ളിൽ ഒരു ഇരുട്ടറ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ എല്ലാം ഉള്ളിൽ ഒരു ഇരുട്ടറയുണ്ട്. ആ ഇരുട്ടറയ്ക്കകത്ത് എന്ത് ചെയ്യുന്നറിയോ? നമ്മുടെ സഹോദരനെ നമ്മൾ ബന്ധിക്കും. എന്തുകൊണ്ടാ? ചരടറിയോ? എന്റെ നന്മ. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഞാൻ പറയുന്നതായിട്ട് കാണില്ല. എന്നെ കാണില്ല. ഞാൻ സീറോ. ഞാൻ ഭയങ്കരമായിട്ട് ഒരു യോഗ്യതയില്ല ഉള്ളതല്ല. എനിക്ക് അറിയത്തുള്ളൂ. ഇവിടെ നിൽക്കാൻ തക്കെ എനിക്ക് അവിടെ വരാൻ ഒരു ഭയങ്കര എന്താ പറയണില്ലേ? അതാണ് ഞാൻ. നിങ്ങളിൽ ഏറ്റവും ബലഹീനതയുള്ള ഒരു സ്ത്രീയാണ് വിളിക്കുന്നത്. ഏറ്റവും ബലഹീനത. പാപികളുടെ ഇതനുസരിച്ചിരിക്കാൻ ഞാൻ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളാ. പക്ഷെ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്, വചനം പറയാൻ നിർത്തിയിരിക്കുന്നത് ദൈവമാണെന്നുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം കേട്ടോ. ഈ സംസാരിക്കുന്നത് എൻ്റെ ആത്മാവിനെ സംസാരിക്കുന്ന തമ്പുരാൻ എൻ്റെ ഉള്ളിൽ വന്ന് സംസാരിക്കുന്നതാണ് വിശ്വസിക്കുന്നത്. എന്നെ ഒന്ന് വിട്ടേക്കുക, നിങ്ങളുടെ മനസ്സിൽ തന്നെ മാറ്റിയേക്കുക. ദൈവം എന്ന് സംസാരിക്കുന്നതാണ്. ഈ 2 മക്കളിൽ ആരാണെന്ന് കണ്ടുപിടിക്കണം.
നമ്മുടെ മനസ്സിലുള്ള കുഴപ്പമില്ലെന്നുള്ളൊരു തോന്നൽ, മറ്റൊരു കുഴപ്പമുള്ള 2-3 പേരെ പിടിച്ചു കെട്ടി അന്ധകാരത്തിന്റെ ഉള്ളിൽ എന്നെ അങ്ങോട്ട് കെട്ടിയിട്ടേക്കുക. മൂത്തവൻ ചെയ്തതാ. അപ്പൻ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു, ചുംബിച്ചു, വീട്ടിൽ കൊണ്ടുവന്നു, വസ്ത്രമെല്ലാം നല്ല 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 അങ്കിയൊക്കെ അണിയിച്ചു, ചെരുപ്പിടിയിച്ചു, വലിയ സദ്യയൊക്കെ ഒരുക്കി. ഇതൊക്കെ എന്താന്ന് പറയാം? ഒറ്റ ആത്മാവിന്റെ ഫലത്തിൽ ഒന്നല്ല. ആത്മാവിന്റെ ഫലത്തിൽ ഒന്നായിരുന്നു അപ്പൻ കാണിച്ചത് മുഴുവൻ. ഏതാ? മനസ്സലി. ഈ മനസ്സലിനെയാണ് ആർക്ക് പിടിക്കേണ്ടത്? മൂത്തവന് പിടിക്കേണ്ടത്. അതുകൊണ്ടാണ് വീട്ടിൽ തന്നെ വിലയിക്കുക. അപ്പനോട് ചേർന്ന് നിന്ന മകനെ അപ്പന്റെ ഹൃദയ തുടിപ്പുകൾ മനസ്സിലാക്കാൻ പറ്റിയില്ല. അവിടെ വേരിയേഷൻ ഉണ്ടായിരുന്നു. കാണാതെ പോലെ മകനെ കുറിച്ചുള്ള ഒരു നൊമ്പര അപ്പന്റെ ഓരോ ഹൃദയമിടിപ്പിലും ഓരോ നിമിഷം ഉണ്ടായിരുന്നു. കൂടെ താമസിച്ച മകനത് അറിഞ്ഞില്ല. അവൻ പറഞ്ഞു, അവനൊന്നും പിടിച്ചില്ല. അപ്പൻ വെളിയിൽ ഇറങ്ങി ചെന്നു. അപ്പൻ അപേക്ഷിക്കുക. അവൻ പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞുണ്ട്. എന്തൊക്കെ പറഞ്ഞേ? അപ്പ ഞാൻ നിന്നെ സേവിച്ച് നിന്റെ കൂടെ നിന്നു. ഓക്കെ, നിന്റെ കൽപ്പന ഒന്നുപോലെ ഞാൻ ലംഘിച്ചില്ല. ശരിയാ. എന്നിട്ട് നീ എന്റെ സുഹൃത്തുക്കളോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പം സന്തോഷിക്കാതെ ഒരു ആട്ടിന് കുത്തിയ പോലും എനിക്ക് കാണുന്നില്ല. അപ്പനിലും ഒരു കുറ്റമാണ് കണ്ടുപിടിച്ചു അല്ലേ? എന്നാൽ ഇവനെന്താ ചെയ്തേ? എന്റെ സ്വത്ത് മുഴുവൻ കൊണ്ട് കാണും. തോന്നി പോലെ ജീവിച്ച് നിന്റെ സ്വത്ത് മുഴുവൻ കൊണ്ട് നശിപ്പിച്ചു കാണും. നീ എന്താ ചെയ്തേ? അവന് വേണ്ടി സദ്യയെല്ലാം ഒരുക്കുക. എന്താ ഇവിടുത്തെ പ്രശ്നം? ഇവന്റെ നല്ല പ്രവൃത്തി. നിന്നെ ഞാൻ സേവിച്ചു, നിന്റെ കൽപ്പനകളൊന്നും ഞാൻ ലംഘിച്ചില്ല. ഇതവന്റെ നന്മ. ഈ ചരട് കൊണ്ടാണ് ആരെ ഇട്ട് വരിഞ്ഞു മുറിച്ചത്? അനിയനെ വരിഞ്ഞു മുറുക്കി അവന്റെ ഉള്ളിലെ നമ്മുടെ ഉള്ളിൽ കാര്യം ജയിലുണ്ട്. നമ്മുടെ ഉള്ളിൽ അവരുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് ജയിലുണ്ട്. ആ ജയിലിൽ നമ്മൾ പറഞ്ഞേ കെട്ടിയിട്ടിട്ടുണ്ട്. സഹോദരങ്ങളെ, അങ്ങനെ ആരെങ്കിലും നമ്മൾ കെട്ടിയിട്ടുണ്ട്. ക്ഷമിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല, സ്നേഹിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല, മനസ്സിൽ നമ്മൾ ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ ആരാ? മരിച്ചവരാ. കറക്റ്റ് പറയണം, മരിച്ചവരാ. നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ആരും കെട്ടിയിട്ട് നമ്മുടെ ഉള്ളിൽ ദൈവത്തെ വന്ന് വസിക്കാൻ ഒക്കുവോ? കള്ളപ്പാട് ഗുഹയിൽ കർത്താവ് പറഞ്ഞ ആരെ എന്നെയാണ് തിരിച്ചു വെക്കണോ? അല്ലേ? അതാണ് ഞാൻ മുഖാമുഖം നിൽക്കുമ്പോൾ പത്രോസ് എവിടെ പോയി? കാൽക്കൽ വീണു. തിരിച്ചറിവുണ്ടായി, പറഞ്ഞു. അപ്പന്റെ സ്നേഹത്തിന്റെ ഒരു വിത്ത് അവന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് അവൻ എന്ത് ചെയ്തു? എന്റെ അപ്പന് മനസ്സിലുള്ള, അല്ലെങ്കിൽ എന്റെ അപ്പനെ ജോലിക്കാരെ പോലും എത്രമാത്രം കരുതിയിരുന്ന ഒരു അപ്പനാണ്. തിരിച്ചാൽ മകൻ വന്നു. കൂടെ നിന്ന മകൻ അപ്പനെ ഹൃദയത്തിൽ മാത്രമൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല. അവന്റെ ഗുണങ്ങളൊക്കെ ഇങ്ങനെ ഉള്ളിൽ വെച്ചിട്ട് അവനെ തന്നെ ഒരു സ്ഥാനത്താക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ദൈവത്തിന് ആവശ്യമുള്ള കാര്യമാണ്. അതാണ് നമ്മള് യശയ്യാപ്രവാചക പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യത്തില് എന്ത് വേണം? വരുവീൻ, നാം യഹോവയുടെ അടുക്കിലേക്ക് ചെല്ലുക. യഹോവയുടെ അടുക്കിലേക്ക് ചെല്ലുക. അവിടെ മാത്രം നമുക്ക് എന്തുള്ളൂ? അവിടെ മാത്രമേ നമുക്ക് എന്തുള്ളൂ? ദൈവത്തിനടുത്ത് മാത്രമേ നമുക്ക് സുരക്ഷിതത്വമുള്ളൂ. നമുക്കൊരു കംഫോർട്ട് സോണാണ് കർത്താവിന്റെ മടി. അതറിയാം. ദൈവത്തിന് മടിയിലായാലും കിടന്നിട്ടുണ്ടോ? അബ്രഹാമിന് മടിയിലുണ്ടോ? ലാസമേ നമുക്കറിയാം. ദൈവത്തിന് മടിയിലായാലും കിടന്നിട്ടുണ്ടോ? പറ്റൂ? നിങ്ങളും ചിന്തിച്ച ദൈവത്തിന് മടി കിടക്കാൻ പറ്റുമോ? പറ്റും. എനിക്ക് ഭയങ്കര സങ്കടമുള്ള ദിവസം, നല്ലൊരു പ്രശ്നമാണ് മുന്നില്. നേരത്തെ കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റുമോ? പകൽ മുഴുവൻ അധ്വാനിച്ചിട്ട് രാത്രി നിങ്ങൾ കിടക്കുമ്പോൾ നിങ്ങളുടെ തലമുണയുണ്ടല്ലോ, നിങ്ങൾ വിശ്വസിക്കാതെ ദൈവത്തിന് മടിയാണ്. പറയാനുള്ളതെല്ലാം പറയാൻ കേട്ടോ. തമ്പുരാനോ പറയണമെന്നൊക്കെ പറയത്തില്ലേ?
ദൈവമാണ് ഞാൻ പറഞ്ഞു ആ പ്രശ്നം നിസ്സാരമായിട്ട് മാറിപ്പോയി കേട്ടോ. അത് ഞാനും എൻ്റെ ദൈവം നമ്മളൊരു ബന്ധത്തില് ഞാൻ മാറി നോക്കത്തില്ല. വിശ്വസിക്കണം. വിശ്വസിച്ചാൽ നിങ്ങൾ കിടക്കുന്ന തലവണ ദൈവത്തിന് മടിയായിട്ട് വരും. അത്രയും കംഫോർട്ട്സ് ഒന്നും നിന്റെ ജീവിതത്തിലേക്ക് കിട്ടത്തില്ല. വിശ്വസിക്കണം. മാറി നിൽക്കുന്ന ദൈവമല്ല നമ്മൾ. പക്ഷെ മാറി നിൽക്കുക എപ്പോഴെന്നറിയാം? എപ്പോഴറിയാം? ദൈവത്തിന്റെ തീരുമാനിക്കുന്ന വിശുദ്ധ മത്തായി സുവിശേഷം 7:22 വാക്യമാണെന്ന് പറഞ്ഞു. കർത്താവേ ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെങ്കില് നീ ഇപ്പം പറയണം നിന്നെ അറിയുന്നില്ല. അങ്ങനൊരു ദിവസം വരുന്നതിന് മുമ്പായിട്ട് തന്നെ എന്ത് ചെയ്യണം? ദൈവത്തിന് അടുത്ത് വന്നിട്ട് ദൈവത്തോട് ചേർന്നിരുന്നിട്ട് ദൈവത്തിനോട് നമ്മൾ പറഞ്ഞില്ലേ ഇളയ മകൻ വന്ന പോലെ എല്ലാ കാര്യങ്ങളും ഒന്ന് ഇറക്കി വെക്കണം. എല്ലാ ഭാരം, ഹൃദയത്തിലെ ഭാരം അവനെ മുഴുവൻ ഇറങ്ങിയച്ചോളൂ. ഒറ്റ വാക്കേ ഉള്ളൂ. അപ്പൊ നിന്നോടും സ്വർഗത്തോട് ഞാൻ പാപം ചെയ്തു. തിരിച്ചു വരുക. അവൻ എന്ത് കിട്ടി? അവന്റെ ബന്ധനങ്ങളിൽ ഞാൻ രാവിലെ മനസ്സിൽ എല്ലാത്തിനും മോചിപ്പിച്ച് അവൻ നല്ലൊരു സ്ഥാനത്ത് ആക്കി. നമുക്ക് യാക്കോബിന്റെ പുസ്തകം 4:8 പറയുന്നുണ്ട്, ദൈവത്തോട് അടുത്ത് ചെയ്യുക. എന്നിട്ട് പാവികളെ രണ്ട് പാവികളെ ഇരുമനസ്സുള്ളവരെ, രണ്ട് കൂട്ടിയെ വിളിക്കുന്നു. പാവികളെ നിങ്ങളുടെ കൈകളെ വെടിപ്പാക്കി, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ വിശദീകരിപ്പിൻ. ഇതായിരുന്നു ആ ഇളയ മകൻ ചെയ്തത്. അവരുടെ കൈകൾ വെടിപ്പാക്കി. അപ്പൊ ദൈവത്തിന്റെ അടുക്കിലേക്ക് നാം ചെല്ലുമ്പോൾ ദൈവവുമായിട്ടൊരു അടുപ്പം വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് നമ്മളെ തിരിച്ചറിവ് വേണം. നമ്മുടെ ദൈവം ആരാണെന്നുള്ള തിരിച്ചറിവ് വേണം. നമ്മൾ ആരാണെന്നുള്ള തിരിച്ചറിവും വേണം. അപ്പം ഒന്നാമത്തേത് സമയമാണ്. അപ്പൊ ഒന്നാമത്തെ കാര്യം അതാ, ദൈവത്തിനടുത്ത് നമ്മൾ വന്നു. ഓക്കെ, നമ്മൾ ഇത്രയും പേര് ദൈവസ്ഥാനത്തിൽ ഇരിക്കുക. ഇനി നമുക്ക് എന്താ വേണം? ഞാൻ പറഞ്ഞു മുഖാമുഖം കണ്ടു. ഓക്കെ, ദൈവത്തെ മുഖാമുഖം കണ്ടു കഴിയുമ്പോൾ ദൈവത്തെ നമ്മൾ തിരിച്ചറിയാം. പത്രോസ് തിരിച്ചറിയാം. തമ്പുരാന്റെ പാത്രത്തോട് നമ്മളൊന്ന് കിടക്കണം. എന്നിട്ട് പറയണം എന്താ പറഞ്ഞു? ഞാൻ മനുഷ്യൻ. എന്നാ നീ പറഞ്ഞോ? ഇല്ല, പരന്നൊന്ന് നീട്ടിട്ട് അവളെ കൊണ്ടുപോകോളൂ. കളയുന്നതല്ല. നമുക്കൊരു തിരിച്ചറിയണം. അത്രയേ ഉള്ളൂ ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളിന്ന് ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും ദൈവമൊന്നും ആഗ്രഹിക്കുന്നില്ല കേട്ടോ. ദൈവം ഒന്നാമതൊരു പാപബോധം, ഒരു തിരിച്ചറിവ്, ഇതായി കഴിയുമ്പോൾ പിന്നെ ദൈവം അതിനകത്ത് കൊണ്ട് നിറച്ചോണ്ട് എന്തോ ആവശ്യമുണ്ടെന്നുള്ളത്. ഇനി 2 പേരെ ഞാൻ വെക്കാം. ദൈവത്തിനടുത്ത് വന്ന് 2 പേരെ ഇവിടെ ഞാൻ കാണിക്കാം. ഒന്ന് യൂദ. കർത്താവ് തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരിൽ ഒരാൾ, എപ്പോഴും കൂടെ കൊണ്ടുനടന്ന, സ്നേഹിച്ചു കൊണ്ടുനടന്ന യൂദ കർത്താവിനടുത്തോട്ട് വരുന്നത് ആരെ കൊണ്ടാണ്? കുറെ ഭടന്മാരെ കൊണ്ടാണ് വരുന്നത്, അല്ലേ? എന്നിട്ട് എന്നെ ചുംബിച്ചു. പുറമെ നോക്കുമ്പോ എന്തൊരു സ്നേഹം. വേറെ ഒരു ശമരിയ സ്ത്രീയുണ്ട്. ശേഷം നല്ല മതിയായിരുന്നു. ശമരിയ സ്ത്രീ, അവളെന്ത് ചെയ്തു? അവളെ ലോകമല്ല, അവളെ മുദ്ര കുത്തിയേക്കുണ്ട്, അല്ലേ? അവൾ അത്ര നല്ല സ്ത്രീ. നമ്മളും പറയും നല്ല സ്ത്രീ ഒന്നും അല്ല. 5 ഭർത്താക്കന്മാരുണ്ടെന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ അവളെ ഒരു ലെവലിലാണ് നിർത്തിയേക്കും. അവളും വന്നു. കർത്താവിൻ്റെ അടുത്ത് വന്നതല്ല, കർത്താവിനടുത്ത് അവൾ പെട്ടുപോയി. പക്ഷെ ദൈവത്തിന്റെ നിങ്ങളിവിടെ വരുമെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നതാണ്. അവളെന്ത് ചെയ്തു? അവള് തിരിച്ചു പോയിട്ട് ആ ശമരിയ സ്ത്രീ അനേകനെ കൊണ്ട് വരുന്നുണ്ട്. യൂദായും അനേകനെ കൊണ്ട് വരുന്നുണ്ട്. യൂദ വന്ന എന്തിനാ? 30 വെള്ളിക്കാശിന് വേണ്ടിയാണ് കർത്താവിനടുത്ത് യൂദ വന്നതിന്. ശമരിയ സ്ത്രീ അവളെന്ത് ചെയ്തു? അവൾക്ക് തിരിച്ചറിഞ്ഞാണ്, കർത്താവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അനേകർക്ക് ദൈവത്തിന്റെ ആത്മാവിനെ പകരാൻ വേണ്ടി ഒഴിഞ്ഞ ഭരണികളുമായിട്ട് ശമരിയക്കാരെ വിളിച്ചുകൊണ്ടാണ് അവള് വന്നത്. ഇതിലാരാണ്?
ഓരോന്ന് നമ്മൾ നോക്കണം. 2 മക്കളിൽ ആരാണ് നമ്മൾ നോക്കുക? ഈ 2 പേരിൽ ആരാണ് നമ്മൾ നോക്കുക? ഇനി ദൈവത്തിനടുത്ത് ഇനി നമുക്ക് ദൈവത്തിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ. ദൈവത്തിന്റെ സ്വരം കേൾക്കണമെങ്കിൽ എന്ത് വേണം? നമ്മളെ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യണം. എന്താ സ്വിച്ച് ഓഫ് ചെയ്യണം? നമ്മുടെ ബാഹ്യ ലോകവുമായിട്ട് ബന്ധിപ്പിക്കുന്ന നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യണം. കാരണം അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് പല ചിന്തകൾ, നമ്മളെ അലട്ടുന്ന പല പ്രശ്നങ്ങളാണ്. ഈ അലട്ടുന്ന പല പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മൾ അറിയാതെ അതിന്റെ പിന്നാലെ സഞ്ചരിച്ചു. വേണ്ട, എൻ്റെ അലട്ടുന്ന മുഴുവൻ പ്രശ്നങ്ങൾ ആർക്കറിയാം? എൻ്റെ ദൈവത്തിനറിയാം. ഒത്തിരി പ്രശ്നങ്ങൾ അലട്ടുമ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞു ഒറ്റ കാര്യം, ദൈവം വിളിച്ചാൽ മതി. അതിനകത്തൊന്നും പറയണ്ട കേട്ടോ. നോക്ക് പരീക്ഷിച്ചോക്ക്. നമുക്ക് പരിഹാരമൊന്നും അറിയത്തില്ല, പക്ഷെ പ്രശ്നം എൻ്റെ മുന്നിലുണ്ട്. നിങ്ങളൊന്നും പറയണ്ട. വെറുതെ വേറെ ചിന്ത, അതൊരു മതില. ദൈവമേ ഓരോ ആഴ്ചത്തേക്ക് നമ്മൾ മതിൽ കെട്ടുക. അതിനകത്ത് നമ്മൾ സേഫ് ആക്കും. ഇങ്ങോട്ട് കടന്നൊന്നും വരത്തില്ല. നോക്കിക്കോ, ഞാൻ ഈ പറഞ്ഞ ജീവിക്കാൻ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഞാൻ പറഞ്ഞു. തലവണെ കിടന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ മക്കസ്മനി ഓർത്തഡോക്സ് ചർച്ചിലെ ഇടവകയിലെ ഒരു അമ്മാമ ഒരു വെള്ളിയാഴ്ച ദിവസമാണ് ഇതുപോലെ ചെറിയ കുഞ്ഞു സ്ത്രീകളുടെ ഒരു ഫോട്ടോ അവിടെ ഇങ്ങനെ ഇതുപോലെ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞു. നമ്മൾ തലവണ ദൈവത്തിന് മടിയാണെന്ന് പറഞ്ഞു. നിങ്ങളൊന്നും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അമ്മാമ്മ എൻ്റെ അടുത്ത് പോകും. എൻ്റെ അടുത്ത് പോകും. ഞാൻ എനിക്ക് കാര്യം പറയാനുണ്ട്. പള്ളിയിലോട്ട് ഞാൻ ഞായറാഴ്ച കയറാൻ പോയപ്പോൾ പുള്ളിക്കാരത്തി കയറിയിട്ട് എന്നെ കണ്ട് തിരിച്ചു വന്നു. എനിക്ക് കാര്യം പറയാനുണ്ട്. ഞാൻ ചെന്താ ഞാനേ അതുപോലെ ചെയ്തു. ഞാൻ ചെന്താ എൻ്റെ തലവണയാണല്ലോ ദൈവത്തിന് മടിയാണെന്ന് പറഞ്ഞ് ഞാനെന്ന് കടന്നിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പറഞ്ഞു. എന്നിട്ട് എന്ത് പറ്റി? പുള്ളിക്കാരത്തിക്ക് സർജറി അത്യാവശ്യം പോകും. പുള്ളിക്കാരത്തി 2 മക്കൾ കണ്ണിന് ഇച്ചിരി പ്രശ്നമുണ്ട്. അപ്പോൾ കൂടെ അങ്ങനെ നിൽക്കാൻ പറ്റില്ല. സാമ്പത്തികമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അവൻ പറഞ്ഞു പല 1-2 ഡോക്ടർമാരെ കണ്ടു. അവന് സർജറി കൂടിയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു. അപ്പം അന്നിട്ടാണ് ഈ വെള്ളിയാഴ്ച ദിവസം കേട്ടിട്ട് പോയി ഇതുപോലെ ചെയ്യും. ഞായറാഴ്ച പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് പള്ളിയിൽ വന്നു. എന്നിട്ടും ഇച്ചിരി വിശ്വാസം ഉണ്ടായിരുന്നു. 2 ആഴ്ച വെയിറ്റ് ചെയ്തു. വീണ്ടും എടുത്ത് ബ്ലീഡിങ് ആയിരുന്നു. 2 ആഴ്ച വെയിറ്റ് ചെയ്തു. വീണ്ടും എടുത്ത് പിടിക്കാൻ അറിയാം. അപ്പം പൂർണ്ണ വിശ്വാസം അനുഭവത്തിൽ കിട്ടി കഴിഞ്ഞപ്പോഴാണ് ഒന്ന് പറയുന്നത്. ചുമ്മാ ഇങ്ങനെ ധ്യാനം കേട്ടിട്ട് പോയാൽ നമുക്കെന്താ പ്രയോജനം? എന്താ പ്രയോജനം? നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം. ദൈവം കൂടെയാണ്. ഞാൻ പറയുന്നത് ദൈവത്തോട് അടുത്തിയല്ലാതെ നമ്മൾ പറഞ്ഞെങ്കിലും ദൈവം നമ്മൾ അടുത്ത് നമുക്ക് അടുപ്പമില്ലാത്തൊരു അവസ്ഥ നമ്മളായിരിക്കുന്നുണ്ടാണ്. ദൈവം നമ്മുടെ അടുത്ത് തന്നെയുണ്ട്, കൂടെ ഉണ്ട്, ദൂരമൊന്നും അല്ല കേട്ടോ, കൂടെ. ഇനി ദൈവത്തിന്റെ അടുത്ത് നമ്മൾ വന്നു കഴിയുമ്പോൾ ദൈവത്തിന്റെ സ്വരം നമ്മൾ കേൾക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ പല ലോകത്തിന്റെ ഇപ്പം നമ്മൾ എന്തെല്ലാം ലോകത്തെ സ്വരങ്ങൾ കേട്ട എല്ലാം പേടിപ്പിക്കുന്നതാണ്. ഒന്നുമില്ല നമുക്ക് സമാധാനം തരുന്നത്, എല്ലാം ഭയപ്പെടുന്ന സ്വരമാണ്. അതിലേക്ക് നമുക്കെങ്ങനെ സമാധാനം തരുവാനോ? സ്നേഹം ഇല്ല, നന്മയെ തിന്മയെ നന്മയാണ്, സത്യത്തെ അസത്യമാണോ? അസത്യം അങ്ങനെ എല്ലാം തിരിച്ചു വന്നു കിടക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഈ ലോക സ്വരങ്ങൾ പല സ്വരങ്ങളും നമ്മൾ കേൾക്കും. സ്വിച്ച് ഓഫ് ചെയ്യുക. വേണ്ട, കേൾക്കണ്ട. പിന്നെന്താ കേൾക്കണം? ദൈവത്തിന്റെ സ്വരം കേൾക്കണം. നമുക്കറിയാം ഈ പത്രോസ് ദൈവത്തിന്റെ ശിഷ്യന്മാർ. എന്നിട്ട് ഈ കുറെ ജനങ്ങളൊക്കെ വന്നു, പുരുഷാരങ്ങൾ. അവർക്കൊക്കെ ദൈവത്തിന്റെ സുവിശേഷം കൊടുത്തു. 5 അപ്പം 2 മീനും ഒക്കെ വെച്ചിട്ട് അവരെയൊക്കെ സുഭിഷ്ട ആഹാരമൊക്കെ കൊടുത്ത് അവരെ പറഞ്ഞു. ഇത് നിർബന്ധമായിട്ട് ശിഷ്യന്മാരെ പടകിനകത്ത് കയറ്റിയിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെക്കാളും മുന്നിലങ്ങ് അങ്ങോട്ടേക്ക് പൊക്കോളാൻ പറഞ്ഞു. യേശു എന്നിട്ട് എന്ത് ചെയ്തു? ആൾക്കാരെ വിട്ടു, ശിഷ്യന്മാരെ പറഞ്ഞയച്ചു. എന്നിട്ട് യേശു മലമുകളിൽ പോയി പ്രാർത്ഥിച്ചു, തനിച്ചിരുന്നു. രാത്രിയുടെ 4 ശിഷ്യന്മാരെ കാല വിട്ട് കുറേ ദൂരം എന്ത് ചെയ്യുക? പടക് മുങ്ങാൻ തുടങ്ങി. യേശു പറഞ്ഞു വിട്ടു. കർത്താവ് ഇത്രയൊക്കെ ചെയ്ത കാര്യങ്ങളൊന്നും അവരുടെ ഉള്ളിൽ അങ്ങനെ വന്നില്ല. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ദൈവം ചെയ്തിട്ടുണ്ട്. ചില ഭയപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ അതിനകത്തങ്ങ് ആയിപ്പോകും. ഉടനെ ശിഷ്യന്മാര് പടം വലിക്കാണ്ട് ആരും വരും. രാത്രിയുടെ 4 ആരും വരാണ്. യേശു കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയായിരുന്നു. യേശു കൂടില്ല, ആരും കൂടില്ല. അപ്പോഴാണ് എന്തുവാ ഇടി വെട്ടിയാൽ പാമ്പ് കഴിച്ചെന്ന് പറഞ്ഞാൽ ദൂരെ ഭൂതം കൂടെ
ആരായിരുന്നു? എന്താ യേശുവിന്റെ ഒരു തിരിച്ചറിയായിരുന്നു? ഉള്ളില് ഭയം, ഉള്ളിൽ ഭയം, പേടിച്ചു പോയി. തിരയടിക്കുന്നതും ഈ ഭയങ്കര കാറ്റ് പേടിച്ചു. രാത്രി ആ പാടെ പ്രശ്നം, ആരുമില്ലെന്നുള്ള തോന്നല്, ആരോട് പറയാ, ശക്തിയില്ല, ശക്തിയുണ്ട് പക്ഷെ തിരിച്ചറിയുന്നില്ല. അത് ആർക്കറിയായിരുന്നു? യേശുവിനെ അറിയായിരുന്നു. യേശു ഉടനെ അവനെ അന്വേഷിച്ചു. വെള്ളത്തിന്റെ മീതെ വന്നു കഴിഞ്ഞപ്പോൾ പത്രോസിനോട് ആഗ്രഹം. എന്താ പത്രോസിന് ആഗ്രഹം? പത്രോസ് പറഞ്ഞു, നീ കർത്താവ് അല്ലേ? അപ്പൊ കർത്താവെന്ന് മനസ്സിലായി. അവൻ കർത്താവ് പറയുന്നത് നല്ലൊരു ഇതാണ്. എനിക്ക് തോന്നുന്നു മത്തായി സുവിശേഷം 14 അധ്യായം 27 വാക്യമാണെന്ന് എനിക്ക് തോന്നിയത് തോന്നുന്നു. അതിനകത്ത് പറയുന്നുണ്ട് നല്ലൊരു ഇതാ പറയുന്നത്. എന്താ? ധൈര്യപ്പെടുക, ധൈര്യപ്പെടുകയും ഇത് ഞാനാകുന്നു, പേടിക്കണ്ട. അങ്ങനെ വെച്ചോ. ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കണ്ട. എത്രയോ വട്ടം നമ്മൾ സ്വരം കേട്ടിട്ടുണ്ടെന്ന് അറിയാമോ? നമ്മൾ കേട്ടോന്നറിയത്തില്ല. പാടുന്നുണ്ടോ? നീ പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ദുഃഖിച്ചിരിക്കുകയാണെങ്കിൽ ദേവാലയ ചിരുവാഴ്ചയിലേക്ക് പ്രസംഗിക്കുന്ന നമ്മളാ ദുഃഖത്തിനകത്ത് ഇങ്ങനെ വെളിയിരിക്കുമ്പോൾ ഇതൊന്നും നമ്മൾ കേൾക്കത്തില്ല. എത്രയോ പ്രാവശ്യം നമ്പ്യാൻ പറഞ്ഞിട്ടുണ്ടെന്നറിയാം. നീ ഒന്നും പേടിക്കണ്ട, ധൈര്യപ്പെട്, ഞാൻ കൂടെ ഉണ്ട് അല്ലേ? ഉടനെ കർത്താവ് വന്നു. പത്രോസ് വെള്ളത്തിലിറങ്ങി, എനിക്ക് കർത്താവെ നീ കൽപ്പിക്കണേ, എനിക്ക് ദൂരം നടക്കണം എന്ന് പറഞ്ഞു. വരിക, കർത്താവ് പറഞ്ഞു വരിക. ഇറങ്ങി. കർത്താവിന്റെ സ്വരം ഉള്ളിലുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ചുറ്റുമൊന്ന് നോക്കി, നോട്ടം ഒന്ന് മാറ്റിയപ്പോഴത്തേക്ക് വിളിച്ചു. മുങ്ങാൻ തുടങ്ങി. അയ്യോ എന്നെ രക്ഷിക്കണമെന്ന് പിന്നെ അവിടെ വിളിക്കാൻ പടയിൽ താഴെ ഇറങ്ങിയിട്ട് അവിടെ ഞാൻ നിലവിളി. ഈ പത്രോസിന്റെ ഒരു കാര്യം ഞാൻ ഓർക്കണം. ഒരു ധ്യാനം കൂടെ പോയ മനുഷ്യന് ആവഴിയെന്ന് പോയി ഇല്ലേ? സാധാരണ ഒരു വലയുമായിട്ട് മീൻ പിടിക്കാൻ പോയ മനുഷ്യന് ഒരു ധ്യാനം കൂടി. പിന്നെ വീട്ടിലോട്ട് തിരിച്ച് പോയില്ല, ആ വഴി പോയി. ആ പത്രോസാണ് ഇവിടെ അല്ലെ? വലയം നമ്മളെല്ലാം വിട്ടിട്ട് പോയില്ലേ? വന്ന് പോയി, അത്രയോ എല്ലാവരും വിട്ടേച്ചു പോയി. ഒരു ധ്യാനവും ഞാൻ പറഞ്ഞില്ല, പുരുഷാരത്തോട് പറഞ്ഞു. അതൊക്കെ അവിടെ ശ്രദ്ധിച്ചെങ്കിൽ നമുക്ക് അറിയത്തില്ല. എന്തായാലും ഒരു തിരിച്ചറിവുണ്ടായി. പത്രോസ് ദൈവത്തിൽ പോയി. അതാണ് പത്രോസ്. ആ പത്രോസാണ് ഇവിടെ മുങ്ങാൻ പോയത്. എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിതത്തിൽ പല ഓളങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മളെ മുക്കിക്കളയുന്ന അതിതീവ്രമായ പ്രയാസങ്ങളുണ്ട്. കർത്താവ് പറയും, ധൈര്യപ്പെടുവീൻ, ഒന്നും പേടിക്കണ്ട, ഞാൻ നിങ്ങളോട് കൂടെ. ഈ ലോകത്ത് ഇത് വിശ്വസിക്കുക, സമാധാനത്തോടെ ഒരു ദിവസം പോലും നമുക്ക് ജീവിക്കാൻ പറ്റും. സന്തോഷം ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ലോകത്തിലെ സന്തോഷം അതൊക്കെ താൽക്കാലികം. ശാശ്വതമായ സന്തോഷം, ശാശ്വതമായ സമാധാനം ഈ ദൈവത്തിന്റെ വചനത്തിലല്ല. നമുക്ക് ലോകത്ത് വേറെ എങ്ങും കിട്ടത്തില്ല കേട്ടോ. നമ്മുടെ കംഫോർട്ട് സോൺ ഈ കർത്താവിന് മടിയല്ലാതെ നമുക്ക് ലോകത്ത് എങ്ങും കിട്ടത്തില്ല കേട്ടോ. നമ്മൾ നേടിയതൊന്നും നമ്മളെ നേടത്തില്ല. നമ്മൾ നേടിയ ധനം, നമ്മൾ നേടിയ വിദ്യാഭ്യാസം, നമ്മൾ നേടിയ ജോലി, നമ്മൾ നേടിയ വസ്തുവകകൾ ഒന്നും നമ്മളെ നേടണമെന്നില്ല. നമ്മളെ നേടണമെങ്കിൽ എന്ത് വേണം? ഈ വചനം തിരിച്ചറിഞ്ഞിട്ട് വചനം ഉള്ളിൽ കൊണ്ട് വചനം അങ്ങനെ പകർന്നു കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാക്കളെ നമ്മൾ നേടുക. ദൈവസ്വരം നമ്മൾ കേൾക്കണം. മറ്റുള്ള പല സ്വരങ്ങളും നമ്മൾ സ്വിച്ച് ചെയ്യണം. ദൈവത്തിലോട് നമ്മൾ ശ്രദ്ധ പതിച്ച് ദൈവത്തിനായിട്ട് നമ്മൾ ജീവിക്കണം അല്ലേ? ഈ ഒരു വിശ്വാസം നമ്മൾ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാൻ, ഞാൻ MSc കർണാടക യൂണിവേഴ്സിറ്റി, ധാരവാഡ കർണാടക യൂണിവേഴ്സിറ്റിയാണ് പഠിച്ചത്. അപ്പോൾ അവിടെ ഞാൻ ലിംഗായത്ത് രാഘവേന്ദ്ര സ്വാമി അങ്ങനെ നമ്മുടെ ദൈവം, ഞാൻ അവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ 3 മലയാളികളുണ്ട്. അതിൽ അവരുടെ കൂടെ എപ്പോഴും നടക്കുന്ന ഞാനാണ്, ഒരു ക്രിസ്ത്യൻ ഞാനാണ്. അപ്പം അവരിങ്ങനെ പറയും, അവർ നമ്മളെ പുച്ഛിക്കും കേട്ടോ. ഒരു പുസ്തകം വെച്ച് രാവിലെ വായിക്കുന്നതാണ്, എന്ത് ദൈവമോ എന്നൊക്കെ പറയും. അപ്പോൾ എനിക്ക്
ഞാൻ ആദ്യം ഇവര് കന്നഡയിലാണ് പറയുന്നത്. ഞാൻ ആദ്യം പിന്നെ കന്നഡ മനസ്സിലാക്കണമെന്ന് മനസ്സിലായി ഇവർ എന്നെ കിട്ട പാല് പഠിക്കണം. അപ്പൊ ഞാൻ എന്തെടുത്തു, ഞാൻ പറഞ്ഞു കർത്താവേ, ഒരു ദിവസം നീയാണ് ജീവിക്കുന്ന ദൈവം, എനിക്ക് ഈ ജയൻ എൻ്റെ റൂമിൽ ജയൻ ഒന്ന് കാണിച്ചു കൊടുക്കണം കർത്താവേ, ഇവരെ എനിക്ക് കാണിച്ചു കൊടുക്കണം. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ സ്റ്റഡി ലീവിലാണ്. ഞങ്ങൾ ഒരു റൂമില് അവിടെ ഒരു ബെഡ് എനിക്ക്, ഒരു ബെഡാണ്, ഒരു കസേര ഒക്കെ, ഒരു കസേര എനിക്ക്, ഒരു ടേബിൾ, അത്രയേ ഉള്ളൂ. വേറെ വലിയ നമ്മുടെ ആർപ്പാടമൊന്നുമില്ല കേട്ടോ. ഒരു ടേബിളും ഒരു കസേരയും, ആ ടേബിളിൽ ഒരു ഷെൽഫും, പിന്നെ ഒരു 2 ബെഡ്. ആ ബെഡിൻ്റെ ഇടയിൽ ഞങ്ങളെ എന്താ നമ്മളതില്ലേ ചെണ്ടവായും പെട്ടിയൊക്കെ അതിനകത്ത് അത്രയേ ഉള്ളൂ, സാധനം വേറൊന്നുമില്ല. അപ്പം ഞങ്ങൾ സ്റ്റഡി ലീവ് സമയം പഠിക്കുക. അപ്പോൾ പഠിക്കുന്ന ഞങ്ങൾ വ്യക്തിയോട് ഫേസ് ചെയ്ത വർത്താനം പറയാതിരിക്കാൻ. എന്നാലും കുറച്ച് കഴിയുമ്പോൾ അവളെന്നോട് പറഞ്ഞു, സോണി ഞാൻ തയ്ച്ചുകൊണ്ടിരിക്കുമായിരുന്നു, എൻ്റെ സൂചി കാണിക്കും. ഞാൻ പറഞ്ഞാൽ നീ എടുക്കും, അത് ഞാൻ കാണുന്നില്ല, വളരെ ഞാൻ നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അവിടെ കടകൾ പറയാം. ഞാൻ പറഞ്ഞില്ലേ 4 കസേര, ഒരു കസേരയുടെ 4 കാശുള്ളല്ലോ, വേറെ ഒന്നുമില്ല, നമ്മൾ അടിച്ചു വരാൻ ഒന്നുമില്ല, അവിടെ ഇങ്ങനെ കാണണമെന്നേ ഉള്ളൂ. അപ്പം പിന്നെ ഇവിടെ കുറച്ച് പിന്നെ ഞാൻ കാണുന്നില്ല, ഇവിടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ മനസ്സിൽ അങ്ങനെ കത്തി, ദൈവം ഇതൊരു അവസരമാണ് എനിക്ക്. അപ്പം ഞാനും ചോദിച്ചു, ആ ശരി, നീ കണ്ടില്ല? ഇല്ല. ഒരു കാര്യം, ഞാൻ നിന്റെ സൂചി എടുത്തോ, നീ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കാമെന്ന് ചോദിച്ചു. എനിക്കങ്ങനെ തോന്നി. ഒരാൾ പറഞ്ഞു ഇങ്ങനെ ഇച്ചിരി വിശ്വസിക്കാം. പക്ഷെ ഞാൻ അടുത്ത് ഞാൻ പറഞ്ഞു, ഈ അടുത്ത് നിന്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, നിന്റെ ദൈവമല്ല എൻ്റെ ദൈവം. ഞാനത് പറഞ്ഞു, എൻ്റെ വിശ്വാസം അത്ര എനിക്ക് മനസ്സിൽ പ്രാർത്ഥിച്ചു നടന്നൊരു കാര്യമാണ്. എന്നിട്ട് ഇവിടെ ഞാൻ മേശ ഇങ്ങനെ കടന്ന് കിടന്ന് അവിടെ വേണ്ടി സ്വാമി എന്നൊക്കെ പറഞ്ഞ ഭാഷ ഭയങ്കര പ്രാർത്ഥന, നോക്കി 5 മിനിറ്റ് ആണ് സമയം. 5 മിനിറ്റ് കഴിഞ്ഞു, സോണി എൻ്റെ സമയം കഴിഞ്ഞു. ആ ശരി, സോണി നോക്കുന്നില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ നോക്കണ്ട, ഞാൻ 5 മിനിറ്റ് പ്രാർത്ഥിച്ചു. ഞാൻ നോക്കാനൊന്നും പോയി, എനിക്ക് കിട്ടിയ 5 മിനിറ്റ് ഞാൻ മേശ കൊണ്ടത് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ ഞാൻ പോവാണേ, നീ ജീവിക്കുന്ന ദൈവം ഇവർക്ക് കാണിച്ചു കൊടുക്കണം, എന്നാ മുഖത്തുറക്കണം. ഞാൻ തിരിഞ്ഞ് എങ്ങും പോയില്ല, 2 യോട് വെച്ച് കഴിയുമ്പോൾ കസാരയുടെ കാലിനോട് ഞാൻ നേരെ ഉയർത്ത കൊടുത്തു. അവൾ ഭയങ്കര അതിശയം, അവളെ കെട്ടിപ്പിടിച്ചിട്ട് അവൾ നിന്റെ ദൈവമാണ് ജീവിക്കുന്ന ദൈവം, മനസ്സിലായോ? അവൾക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. അവൾ പരീക്ഷയ്ക്ക് പോകണമെങ്കിൽ ബൈബിള്, മറ്റേ മലയാള ബൈബിള് ഇതെടുത്തിട്ട് ഒരു സോണി ഇത് വായിച്ചെനിക്കെന്ന് പറഞ്ഞതാണ്. ഭയങ്കര വിശ്വാസം, മനസ്സിലായോ? നമ്മുടെ ഉള്ളിൽ അത് സാറിന് അയ്യോ എനിക്ക് ആ സൂചി കിട്ടിയില്ലെങ്കിൽ ഞാൻ അവളെ വിശ്വസിക്കുക, അങ്ങനെ ചിന്തിക്കണ്ട കേട്ടോ, ഒന്നും താവട്ടിരിക്കണ്ട. പൂർണ്ണമായിട്ട് വിശ്വസിക്കുക, കണ്ണ് മൂട്ടി വിശ്വസിക്കുക എന്ന ഒറ്റയാളേ ഉള്ളൂ. ആരാ? ദൈവം. വേറെ ആരും നമുക്ക് ലോകത്ത് വിശ്വസിക്കാൻ അവസരം ഇന്നുമായിട്ട് എല്ലാവരും നമ്മളിന്ന് മാറും. പക്ഷെ ഒരു കാര്യം കേട്ട്, നമുക്ക് മറ്റുള്ളവരെ നമുക്ക് ദൈവത്തിന് നേടിക്കൊടുക്കാൻ അങ്ങനെ സാധിക്കും. അതിനുള്ള ട്രിക്കുണ്ട്. ഞാനിപ്പോൾ ഇവിടെ പ്രസംഗിക്കുക അല്ലേ? ആത്മാക്കളെ നേടുക എന്നുള്ള ലക്ഷ്യം ദൈവത്തിനുണ്ട്. അതുകൊണ്ടാണ് തമ്പുരാൻ ഈ വചനം തരുന്നത്. പക്ഷെ നമ്മൾ അതിനെ വിടും. എന്നാൽ നമുക്ക് നമ്മളെ ഒന്ന് ട്രെയിൻ ചെയ്യാം. ആരെങ്കിലും മനസ്സിൽ നമുക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ, അവർക്കൊരു കുറവുണ്ടായിരുന്നു, അല്ലെ അവർ നമ്മളോട് എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മളോട് കാണിച്ചിട്ട് ഒന്ന് ക്ഷമിച്ചുകൂടെ? പറ്റത്തില്ല, ദൈവത്തോട് പറഞ്ഞുകൂടെ? കർത്താവേ, അപ്പം ഒന്ന് ഞാൻ പറയാം. ഇനി അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിൽ കാണുക, ദൈവം ഈ വ്യക്തിയെ എൻ്റെ മുന്നേ കൊണ്ടുവന്ന് ആ സ്വഭാവത്തിൽ എൻ്റെ മുന്നിലായപ്പോൾ കാണിച്ചു തരുന്നത് ഇതിന് പ്രാർത്ഥന ആവശ്യമുള്ളതുകൊണ്ടാണ്. ശത്രുവായിട്ടല്ല, പിന്നെ അങ്ങനെ ആയിട്ടല്ല. ആത്മാവിനെ നേടാൻ എൻ്റെ മുന്നേ കൊണ്ടുവന്നു. അവന് വേണ്ടി അന്ന് മുതൽ ആരെങ്കിലും നിങ്ങൾ ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നോക്കി. ഭയങ്കര അത്ഭുതം നടക്കണം കേട്ടോ. അനുഭവത്തിൽ നമുക്ക് പറയുന്നത് ആരും നമ്മളെ ദുഃഖിപ്പിച്ചാലുണ്ട്, അവർക്ക് പ്രാർത്ഥന ആവശ്യമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് സഹോദരനെ 1 യോഹന്നാൻ 3:14 ബഹുമാനമുണ്ട്. സഹോദരനെ സ്നേഹിക്കാത്തവരാരാ? മരിച്ചവനാ, അല്ലേ? കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റുമെന്നുണ്ട് അതിനകത്ത്. കാണുന്ന സഹോദരനെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റില്ല, കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാനും പറ്റും? 1 യോഹന്നാൻ 3:14. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്ന സഹോദരന്മാരെ സ്നേഹിക്കാൻ നമുക്കറിയാം. സ്നേഹിക്കാത്ത മരണത്തില് വസിക്കുന്നു. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് നമ്മളെ അറിയത്തില്ല. നമ്മൾ ബന്ധിച്ചിരിക്കുന്ന പലരും കാണുമല്ലോ. നമ്മുടെ നന്മ കൊണ്ട് തന്നെ നമ്മൾ ബന്ധിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പോകും. അപ്പൊ നമുക്കത് പൊട്ടിക്കാൻ പറ്റും. 2 പേര് പ്രാർത്ഥിക്കാൻ വന്നില്ലേ? ഒരാളെ നന്മ തന്നെയാണ് ചുരുക്കാനും
തിരിച്ചറിഞ്ഞ് എപ്പോഴും കൂടെ ഉണ്ടെന്ന് പറയുന്ന ഒരു സ്വരം കേട്ടെ. എന്ത് വേണം? നമ്മൾ ദൈവത്തിന്റെ മുന്നിൽ ഒന്ന് താണ ഇരിക്കണം. അതിന് ദൈവത്തിലെ നമ്മളെല്ലാം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ഒരുക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട ആമച്ചനോടും നിങ്ങളോടെല്ലാവരും ഇടവേളയിലെ എല്ലാ ഭാരവാഹികളോടും എല്ലാ അംഗങ്ങളോടും ഞാൻ സ്നേഹിക്കുന്ന എല്ലാ പ്രത്യേകിച്ച് എല്ലാ സംഭാരങ്ങളോടും എല്ലാവർക്കും വേണ്ടി എല്ലാവരും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളെ കൂടെ നിങ്ങളെ ഒരു മാറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ, എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവരും നമ്മുടെ ദൈവത്തിന്റെ മക്കളായിട്ട് നമ്മളെല്ലാം ദൈവത്തെ കൂടുതൽ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. 34-ാമത്തെ പാട്ടിന്റെ